നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ആക്ച്വലി തോന്നുന്നു ഇതിനകത്ത് ഒരു നോർമലായിട്ട് നമുക്ക് തോന്നുകയില്ല. അപ്പം നമ്മൾ അത് വായിക്കും. നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളോട് പറഞ്ഞു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി എന്ന് പറഞ്ഞ പൗലോസ് പിന്നെ ആ, റോമാലേഖനത്തിൽ പറയുന്നത് ഇല്ലേ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് ഓഫർ യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ് വിച്ച് ഈസ് യുവർ റീസണബിൾ സർവീസ് എന്ന് പറയുന്നുണ്ട്. റീസണബിൾ സർവീസ്. അപ്പൊ ഞാൻ പലപ്പോഴും ആ വാക്യം വായിക്കുമ്പം ഇങ്ങനെ വിചാരിച്ചു, അപ്പൊ റീസണബിൾ സർവീസ് എന്ന് ദൈവം പറയുന്നത് എന്തൊക്കെയാ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ഓഫർ യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. ഇപ്പൊ ഇവിടെ നമ്മൾ സാക്രിഫൈസ് എന്ന് പറയുന്ന ആ വിഷയം സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടല്ലോ. ഒരു സാക്രിഫിഷ്യൽ ആനിമലിനെ നമ്മൾ കൊണ്ടുവന്നു, അതിനെ കൊന്ന് കണ്ണം കണ്ണമായി മുറിച്ച് ഈ പുടിയുടെ ഓൾട്ടർ അല്ലെ, അതിനെ യാഗോടത്തിൽ വെച്ച് തീ കത്തിച്ച് ഒക്കെയാണ് യാഗം കഴിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ ആടിനെ അല്ലെങ്കിൽ ഈ മൃഗത്തെ എന്ത് ചെയ്യരുത്, അതിനെ കൊല്ലാൻ പാടില്ല. അത് പക്ഷെ അതിന്റെ കൈയും കാലും ഒക്കെ കെട്ടണം. ഓക്കെ, നിങ്ങളുടെ ശരീരങ്ങൾ യു ഓഫറിങ് യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ് holy and acceptable to God. Then do not conform to this world, which is your reasonable service. ബുദ്ധി, മലയാളത്തിൽ ബുദ്ധിയുള്ള ആരാധന എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് റീസണബിൾ സർവീസ് എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള ഒരു ആരാധന ദൈവത്തിന് വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡീഫോൾട്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ദൈവം വാസ്തവത്തിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലയോ? ഈ നമ്മൾ ഇടയ്ക്കേലും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊരു ഒരു ചർച്ചിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കാന്ന് വെച്ചോ. നമ്മുടെ ചർച്ച നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു ചർച്ച്, ഈ ടെക് ചർച്ച്, അമേരിക്കയിലെ ഏതെങ്കിലും ഒരു ചർച്ച് നമ്മളിങ്ങനെ എടുത്ത് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ, നമ്മളിങ്ങനെ കണ്ടിച്ചിങ്ങനെ നമ്മൾ നോക്കുക, അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആളുകൾ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത്, അവിടെ നമ്മൾ കാണുമ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ അല്ലെങ്കിൽ ഒരു ഫാമിലി, ജസ്റ്റ് സിംപ്ലി ടേക്ക് ഇൻ എ ഫാമിലി, അവര് പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ പറ്റി ഒത്തിരി സംസാരിക്കും. ഒത്തിരി ഭയങ്കര കർത്താവിനോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഫെയ്ത്ത്ഫുൾ ആയിട്ട് പള്ളി വരും. ഓക്കെ, വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് അവര് പള്ളി വരും. എല്ലാ ഒരു യോഗവും ഒരു മുടക്കാറില്ല. എവറി മീറ്റിംഗ് they try to come, അല്ലേ? പക്ഷേ അവരുടെ ജീവിതം ഒരു തരം ഡിഫീറ്റഡാണ്. എപ്പോഴും ഒരു തരം ഒരു വിക്ടിംസ് പോലെയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓരോ പ്രയാസങ്ങള്, ഭാരങ്ങള്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഭാരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എപ്പോഴും അവരൊരു തരം ഒരു സ്പിരിച്വൽ ബാറ്റിലിന്റെ നടുക്കായിട്ട് ആണ് എപ്പോഴും ഒരു ആത്മീയ പോരാട്ടം, യുദ്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലേ? അവർ പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് സെൽഫിഷാണ്. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ. ഓക്കെ, സ്വാർത്ഥമായ പ്രാർത്ഥന ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് എടുത്ത് ശരിക്കും ഒന്ന് നോക്കാമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് എന്തെല്ലാം വേണം, what do you need, how much I need, Lord, how much more, what my son need, my daughter need, my husband needs, അല്ലെങ്കിൽ എൻ്റെ മരുമക്കൾക്ക് എന്ത് വേണം, കൊച്ചുങ്ങൾക്ക് എന്നാ വേണം, എൻ്റെ അപ്പൻ എന്നാ വേണം, അമ്മയ്ക്ക് എന്നാ വേണം, ഓടോ. ദിസ് ഈസ് ഓൾ ഒരു 10-15 മിനിറ്റ് നമ്മളിത് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അരമണിക്കൂർ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. സോ മച്ച് ഓഫ് ഇറ്റ്, ഇല്ലേ? പക്ഷെ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഭയങ്കര സ്പിരിച്വൽ ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ഈ കുടുംബം ദൈവവചനം കേൾക്കും, ദൈവവചനത്തിന്റെ പ്രസംഗമൊക്കെ കേൾക്കും, ബൈബിൾ വായിക്കും, റെഗുലറായിട്ട് റിച്വലായിട്ട് ബൈബിൾ വായിക്കും. പക്ഷെ ബൈബിളിനകത്ത് അല്ലെങ്കിൽ വാർണിങ്സോ മുന്നറിയിപ്പുകളോ എന്തെങ്കിലുമൊക്കെ തന്നാൽ അവർ വിചാരിക്കും അത് എനിക്കല്ല കേട്ടോ, അത് എനിക്കല്ല, എനിക്ക് വേണ്ടിയുള്ളതല്ലത്, അത് വേറെ ആളുകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അത് മറ്റുള്ളവർക്ക് അങ്ങ് വിട്ടുകൊടുക്കും. ഇങ്ങനത്തെ ആളുകൾ സഭയിൽ നമ്മൾ കാണാൻ കഴിയും.
ഇനിയും ചിലപ്പോൾ നമ്മൾ പിന്നെ സഭയിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ യങ് പേഴ്സൺ എടുക്കുക, യങ്സ്റ്റർ. ഞാനൊരു ക്രോസ് സെക്ഷൻ ചുമ്മാ എടുത്തേച്ച് ഒരു എനി പ്രേസ് യു ഗോ യു വുഡ് സീ ദാറ്റ്. അപ്പം അവനെ സംബന്ധിച്ചോളം അവൻ പറയാനുള്ളത് ചർച്ച് ഈസ് നോട്ട്, എനിക്ക് ചർച്ച് ഒരു റെലവെന്റ് ആയിട്ട് തോന്നുന്നില്ല, എനിക്ക് പ്രയോജനമൊന്നുമില്ല, ഐ എം നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് എന്നൊക്കെ പറഞ്ഞു. ഈസ് ജസ്റ്റ് ഹാങ്ങിങ് ദർ, വെറുതെ ഒന്ന് അവിടെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സിംപ്ലി അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ പ്രായമുള്ള ആളുകളെ ഇങ്ങനെ നോക്കും. പിന്നെ എന്നിട്ട് മനസ്സിങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാ ഇങ്ങനെ അധികം ബുദ്ധിമുട്ടുന്നത്? ഞാൻ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ പുള്ളികളെ പോലെയൊക്കെ തന്നെ ഞാനും ആയിത്തീരും. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബി എക്സാക്ട്ലി ലൈക്ക് ദി സെയിം ഓൾഡർ പീപ്പിൾ ഹിയർ. ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലെയൊക്കെ ഇരിക്കത്തുള്ളൂ. ഓക്കെ. അപ്പം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുള്ളിക്കാരൻ സഭ അറ്റൻഡൻസ് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത്, ആരാധനയ്ക്ക് പോകുന്നത്, സാവാസം ഉണ്ടേ പോകും, സാവാസം ഇല്ലേ പോകത്തില്ല, വേദപുസ്തകം വായിക്കുന്നതൊക്കെ വളരെ ചുരുക്കമായിട്ടൊക്കെ വേദപുസ്തകം വായിക്കും, ഡെയിലി വായിക്കാറില്ല. പിന്നെ വലിയ പ്രശ്നത്തിലാവുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കും. വലിയ പ്രശ്നം, ചില ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ വരണം അവര് പ്രാർത്ഥിക്കണമെങ്കിൽ. അത് ഒരു ഗ്രൂപ്പ്, ഒരു തരത്തിലുള്ള ആളുകൾ. ചില ആളുകൾ നമ്മൾ കാണുന്നത് ഒരു മോറലി നല്ല ആളുകളാണ്, നല്ല അപ്രൈറ്റാണ്, വെരി അപ്രൈറ്റ് പീപ്പിൾ. പിന്നെ ധാർമ്മികമായിട്ട് നല്ല നിലവാരമൊക്കെയാണ്. നല്ല അമ്മയാണ്. പിന്നെ ഇപ്പൊ ഒരു സ്ത്രീ എടുക്കും, നല്ലൊരു അമ്മ, മക്കളെ നല്ലൊരു അമ്മ, നല്ലൊരു ഭർത്താവിന് ഒരു നല്ല ഭാര്യ, എ ഗുഡ് വൈഫ് ടു ദ ഹസ്ബൻഡ് ആൻഡ് എ ഗുഡ് മദർ. പിന്നെ ഹൗസ്, വീടൊക്കെ നല്ല നീറ്റ്, വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു. പിന്നെ ഒരു സംസാരമൊക്കെ ആണെങ്കിൽ വളരെ ജെന്റിലായിട്ട് ഒക്കെ ആളുകൾക്ക് ആര് കണ്ടാലും ഒരു ഇഷ്ടമൊക്കെ അവർക്ക് തോന്നും. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചോ ക്രിസ്ത്യാനിറ്റി ഈസ് അബൌട്ട് ബീയിങ് എ ചർച്ച് മെമ്പർ. ഒരു സഭയിൽ പോകുന്നു, ആരാധനയ്ക്ക് വരുന്നു, ഇത്രയേ ഉള്ളൂ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. യോഗത്തിന് പോകുന്നുണ്ട്, വരുന്നുണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ പാപമൊന്നും ചെയ്യാറില്ല. ബിഗ് സിൻസ്, ബിഗ് ടിക്കറ്റ് ഐറ്റംസ് പാപങ്ങളൊന്നും ചെയ്യാറില്ല. വലിയ പാപങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യുന്നില്ല. പിന്നെ പള്ളിയിൽ അല്ലെ അറ്റൻഡൻസ് മിക്കവാറും മീറ്റിങ്ങുകൾക്കൊക്കെ വരുന്നുണ്ട്. നല്ല ഭാര്യയായിട്ട് ജീവിക്കുന്നു, നല്ല അമ്മയായിട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കേണ്ടതുപോലെയൊന്നും ആള് പ്രാർത്ഥിക്കുന്നില്ല. ഓക്കെ. പക്ഷെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കും. അന്നേരം വേണമെങ്കിൽ അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഒരു ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അത്ര പാഷനേറ്റ് ആയിട്ട് ബൈബിള് വായിക്കത്തൊന്നുമില്ല. ചെറിയൊരു സമയം കിട്ടിയാൽ എന്തെങ്കിലും നോൺ ബിബ്ലിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനൊക്കെയാണ് കുറച്ചും കൂടിയൊക്കെ ഒരു താല്പര്യം ആൾക്കുള്ളത്. അപ്പൊ ഞാൻ പിന്നെ ഒരു പാഷനേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ വളരെ പാഷനേറ്റുള്ള ഒരു മനുഷ്യന്റെ കാര്യം പറഞ്ഞു. അവര് പിന്നെ ദൈവത്തെ വളരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സഭയിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് വരും, പക്ഷെ ജീവിതം പരാജയമാണ്. എപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രതികൂലങ്ങളാണ്. പിന്നെ പ്രാർത്ഥനകളെല്ലാം സ്വാർത്ഥമായിട്ടുള്ള സ്വന്തം സെൽഫിഷ് കാര്യങ്ങളാണ് പ്രാർത്ഥനയ്ക്കകത്ത്. ഒരു നല്ലവങ്ങും പ്രാർത്ഥനകള്. പിന്നെ വേദവസം വായിക്കും, പ്രസംഗം കേൾക്കും. എന്നാൽ പ്രസംഗത്തിനകത്ത് വരുന്ന വാർണിങ്സും മുന്നറിയിപ്പുകളും ഒക്കെ മിക്കവാറും തട്ടിയങ്ങ് വിടും. നമുക്കുള്ളതല്ല, അതങ്ങ് എടുക്കാറില്ല. സാധാരണ എടുത്തതിനോട് പ്രതികരിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സഭയിൽ വാസ്തവത്തിൽ കാണാറുണ്ട്. ഓക്കെ. പിന്നെ ചില ആളുകളുണ്ട്, ഒരു സഭയിൽ പോകും, വെറും ഒരു സെക്കുലർ മൈൻഡ് പോലെ മാത്രമേ ഉള്ളൂ. അവര് അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നും അവർക്കില്ല. പാഷനേറ്റും അല്ല, സോൾഡ് ഔട്ടും അല്ല, വെറുതെ ഇങ്ങനെ വന്നു പോകുന്നു, ഒരു അല്ലാതെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഈ ചോദിച്ചാൽ, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഒരു സഭയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞത് നമ്മുടെ ചർച്ചിലെ കാര്യമല്ല പറയുന്നത്. ഒരു പൊതുവെ സഭകളൊക്കെ എടുത്താൽ നമുക്കിങ്ങനെ പലയിടത്ത്, അപ്പൊ നമുക്കൊരു ന്യായമായിട്ട് വരാനൊക്കുന്ന ഒരു ചിന്ത എന്നറിയോ, ഇതാണ് വാട്ട് ഈസ് ദിസ്, ദാറ്റ്സ് നോർമൽ ചർച്ച്, ദാറ്റ്സ് നോർമൽ ക്രിസ്ത്യാനിറ്റി, ഇതാണ് നോർമൽ ക്രിസ്ത്യാനിറ്റി.
പല ടൈപ്പുള്ള ആളുകൾ കാണും. അപ്പം നമുക്കൊന്ന് ചിന്തിക്കേണ്ട ഇന്ന് രാത്രിയിൽ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, ദൈവം വാസ്തവത്തിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇതാണോ? പൗലോസ് പറഞ്ഞില്ലേ, റീസണബിൾ സർവീസ് എന്ന് പറയുന്നത്, ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ഇതാണോ? ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ചില ആളുകളുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ തോക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അത് മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകളാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ വി ഫെയിൽ മോർ ദാൻ വി സക്സീഡ്. നമ്മൾ വിജയിക്കുന്നതിനേക്കാൾ പലപ്പോഴും പരാജയമാണ് കൂടുതൽ ജീവിതത്തിലുള്ളത്. വി ക്രൈ മോർ ദാൻ വി ഷൗട്ട്. അപ്പൊ നമ്മളിങ്ങനെ സന്തോഷിച്ചിങ്ങനെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കരയുന്ന ആണ് ക്രിസ്ത്യൻ ജീവിതം. ഓക്കെ, പിന്നെ നമ്മൾ മുമ്പിൽ പോകുന്നതല്ല, മറ്റുള്ളവരെ മുമ്പിൽ ഇങ്ങനെ കയറ്റി വിടണം, നമ്മളെപ്പോഴും ഇങ്ങനെ പുറകിൽ നിൽക്കണം. പിന്നെ നമ്മള് ജീവിതത്തിൽ നമ്മൾ നോക്കിയ നമ്മൾ പരാജയമായ ജീവിതത്തിൽ അത് ന്യായീകരിക്കാൻ വേണ്ടി പരാജയപ്പെട്ട മറ്റുള്ള ആളുകളെ നോക്കി നമ്മൾ പറയും, നാം തന്നെയല്ല, അവരും ഉണ്ട്, ഇവരും ഉണ്ട്, ഇവരും ഉണ്ട്, എല്ലാവരും ഇങ്ങനെയൊക്കെ. എല്ലാവരും വലിയ വ്യത്യാസമൊന്നുമില്ല, ഞാനും അതുപോലൊക്കെ ചിലക്കാൾ മെച്ചമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ആളുകളോട് ചോദിച്ചാലും ഒക്കെ നമുക്ക് കിട്ടുന്ന ചിന്തകൾ ഇതൊക്കെയാണ്. സോ what is Christianity? What is this life that God expects? ദൈവം പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഈ ജീവിതം എന്തായിരിക്കും? ആക്ച്വലി ഇതിനൊക്കെ നമുക്കൊരു റെഫറൻസ്, ആരെ നോക്കി നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും? ആരെ നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും? നമുക്ക് ജീവിക്കണമല്ലോ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഈ നമ്മൾ പറയുന്നു, ഈ ഒരു നോർമലായിട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതം, ഒരു സാധാരണ ദൈവം പ്രതീക്ഷിക്കുന്ന, ബൈബിള് പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ആ വ്യക്തി ജയത്തിൽ നടക്കും. നമ്മളെ കാര്യം ഓർക്കണം, ജയത്തിൽ നടക്കും. ഹി വാക്സ് ഇൻ വിക്ടറി ഇൻ ലൈഫ്. കാശുണ്ടോ ഇല്ലയോ എന്നല്ല വിഷയം, ജയത്തിലാണ്. ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇഷ്ടം പോലെ ബൈബിൾ റെഫറൻസസ് കൊണ്ട്, വീണ് കിടക്കുന്നവരെങ്കിലും തകർന്നു പോകുന്നില്ല. വി ആർ ഹാർഡ് പ്രസ്ഡ് ഓൺ എവറി സൈഡ്. എല്ലാ 4 വശത്തു നിന്നും ഞങ്ങൾക്ക് ഞെരുക്കമൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും ഞങ്ങളെ താളടിയാക്കാനായിട്ട് ഒക്കുന്നില്ല. ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, മുന്നോട്ട് എല്ലാം പറിച്ചു കളഞ്ഞേച്ച് മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുക. സോ നമുക്ക് മനസ്സിലാക്കുക, ഒരു വിക്ടോറിയസ് ക്രിസ്തുവേശു ഞങ്ങളെ എപ്പോഴും ജയോത്സവം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കോ. അപ്പം ഒരു ഓൾവേസ് വിക്ടോറിയസ്. ആഹാരം കഴിക്കാനില്ലെങ്കിലും, പട്ടിണിയാണെങ്കിലും, നാളെ അടുത്ത മീൽ എനിക്കില്ലെങ്കിലും വിക്ടോറിയസ് ആ, അല്ലേ? ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ, ദരിദ്രന്മാരാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ. അവിടെ ദരിദ്രനായി, പുള്ളിക്ക് എടുക്കാനൊന്നുമില്ല കയ്യിൽ, പക്ഷേ ഹി മേക്സ് മെനി റിച്ച് ഇൻ ടേംസ് ഓഫ് സ്പിരിച്വലി, മറ്റുള്ള ആളുകളെ റിച്ച് ആക്കുന്ന ഒരു കാര്യം. സോ ഒരു വിക്ടോറിയസ് ലൈഫാണ്. ഇതാണ് നോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ക്രിസ്ത്യാനി കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, പിന്നെ ആ സ്നേഹം ഉണ്ടെന്ന് പറയുക മാത്രമല്ല, അത് ജീവിക്കുകയും കൂടി, ജീവിച്ചുകൂടെ കാണിക്കുക. സോ ഹി ലവ്സ് ജീസസ് ആൻഡ് ഹി ലിവ്സ് ഇറ്റ് ഔട്ട്. ഓക്കെ, നമ്മൾ ചോദിക്കൂ, കർത്താവിനോട് സ്നേഹം. നമ്മൾ ആളോട് പറയും കർത്താവിനോട് ഭയങ്കര സ്നേഹം എന്ന് പറയും. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പല ഉദാഹരണങ്ങളിനകത്തും സ്നേഹമാണെന്ന് പറയും, പക്ഷേ ലൈഫിൽ വരുമ്പോൾ ആ സ്നേഹം ഇല്ലാതെ പോകും. ഓക്കെ, എന്നാൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് കർത്താവിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹം നമ്മൾ ജീവിച്ചും കൂടെ കാണിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. പിന്നെ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ശരിയായിട്ട് ഒരു ദൈവോഹിതലായിട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മളെ വിളിക്കുന്നു മോർ ദാൻ എ കോൺഗറർ. മോർ ദാൻ കോൺഗറസ്. We are more than a conqueror. I can do all things through Christ who strengthens me. എന്നൊക്കെയാ ഫിലിപ്പിലേത് വായിക്കുന്നത്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും മതിയായവനാണ്. പ്രൈസ് ഗോഡ്. അപ്പം അവിടെ നമ്മൾ കാണുന്ന ഒരു
വിക്ടിം എന്ന് പറയുന്ന ഒരു 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 മെന്റാലിറ്റി അല്ല. ഐ എം നോട്ട് എ വിക്ടിം, ബട്ട് ഐ എം എ വിക്ടർ. ഞാൻ ജയാളിയാണ്. ഇതാണ് ഇവരുടെ മനസ്സിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഐ എം എ വിക്ടർ, ഐ എം എ വിക്ടർ. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും തളരാതെ നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞില്ല, 14 ദിവസം ഇരുട്ട്, സൂര്യനെ കാണാതെ ഇരുന്നിട്ടും ഭയങ്കര പ്രത്യാശയാണ്. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കപ്പൽ പോയേക്കും, പക്ഷെ നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്ര പെരുങ്കാറ്റിന്റെ അകത്ത് ഒരു വിക്ടോറിയസ് ആണ്. യുനോ, just think about that for a moment. Just think about that for a moment. വളരെ ചുരുക്കം അങ്ങനെ ആളുകളെ കാണാനായിട്ട്. പക്ഷെ അതാണ് ദൈവം എല്ലാരെ കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഓക്കെ, നമ്മൾ ഈ വായിച്ച ഈ വേദഭാഗത്തിൽ ഫിലിപ്പ് ലേഖനത്തില് പൗലൂസ് എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. വിക്ടോറിയസ് ക്രിസ്ത്യൻ. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അത് പൗലൂസിനെ പോലെ പോലും ജീവിക്കാനും അദ്ദേഹത്തിന്റെ പാഷൻ, മിഷൻ വർക്ക് നമ്മൾ വിക്ടോറിയസ് ആയിട്ട് കാണും. അദ്ദേഹത്തിന്റെ ജീവിതം, ലുക്ക് അറ്റ് ദാറ്റ് ഈസ് ലൈഫ്. അദ്ദേഹം ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ഈ പൗലൂസിന്റെ ലേഖനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കോ, നമ്മൾ ഓരോന്നെടുത്ത് വായിച്ചു. അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞു, എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് അല്ലേ, എല്ലാം എനിക്ക് സത്യം പറഞ്ഞ എതിരാ. പിന്നെ ഒരു ക്രിസ്ത്യാനിയും വിശ്വാസി ആയിരിക്കുന്നത് തന്നെ ആകപ്പാടെ വലിയൊരു പ്രയാസമായിരിക്കുക. പൗലോസിന്റെ വായിൽ നിന്ന് അതൊന്നും കേൾക്കില്ല. ജയിലി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും കൈ ചെങ്ങല കിടക്കുമ്പോഴും അദ്ദേഹം പറയുന്നു, സുവിശേഷത്തിന് ബന്ധനമില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് നാണക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുവിശേഷത്തിന് ബന്ധനമില്ല. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും മരിക്കാൻ പോകുമ്പോഴും ഇതാ റോമൻ നീറോയുടെ വാള് തല വീണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് മരിക്കും അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ വാളിങ്ങനെ രാകുന്ന ശബ്ദം, അത് സ്ഥിരം പണിയാന്ന് അവർ പറഞ്ഞു. മരിക്കുന്ന ചില ദിവസം മുമ്പ് സോൾജിയേഴ്സ് വന്ന് ഇതിങ്ങനെ വാളിങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓർമ്മിപ്പിക്കുക, മരിക്കാൻ പോവാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല ഓർപ്പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രൈസ്. അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞു, ഇതിനെ ഇറങ്ങി തിരിച്ചത് ഒരു വല്ലാതെ ആയിപ്പോയി കേട്ടോ, കഷ്ടപ്പാടല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും മിച്ചമുണ്ട്. പൗലൂസിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു സംഭാഷണം നമ്മൾ ഒരിക്കൽ പോലും കേൾക്കില്ല. പൗലൂസിന്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയത്തില്ല, എനിക്ക് ഈ പാപമുണ്ട്, ഇതെനിക്കൊരു വലിയ പ്രശ്നമാണ്, ഞാൻ വളരെ 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 കഷ്ടപ്പെട്ട് നോക്കി, ഞാൻ ഭയങ്കര വീക്കാവട്ടോ, ഞാൻ ഭയങ്കര ബലഹീനത എനിക്ക് ആ വിഷയത്തില്. ഈ പാപത്തിന് എൻ്റെ മേലൊരു ഭയങ്കര ഒരു പിടുത്തമാണ്. ഞാൻ എന്തെല്ലാം നോക്കിയിട്ടും ഇതിനകത്തുനിന്ന് അങ്ങോട്ടൊന്ന് ഫ്രീ ആയി പോകാനായിട്ട് കഴിയുന്നില്ല. പൗലോസ് ഒരിക്കലും അത് പറയത്തില്ല. പ്രൈസ് ഗോഡ്. പൗലോസ് എന്നാ പറയും, 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. അത് പറഞ്ഞ സാധനം ഇതല്ല, അത് വെളിപ്പാടുകളുടെ ആധിക്യത്തെ നിഗളിച്ചു പോയിരിക്കും ദൈവം വെച്ചിരിക്കുന്നത്. അത് ശൂലമാണ്, അത് രോഗമാണ്. അത് എന്തെങ്കിലും ശൂലായിക്കോട്ടെ, അത് മാറാൻ 3 നാൾ കർത്താവ്, എൻ്റെ കൃപ നിനക്ക് മതി. പിന്നെ കംപ്ലൈന്റ് ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു ബലഹീനത സാക്ഷ്യം കേൾക്കത്തില്ല. ഞാൻ എത്ര കണ്ടു നോക്കിയിട്ട് ഇതിനൊരു പരിഹാരം കിട്ടുന്നില്ല, ഇതിനൊരു കൺട്രോൾ കിട്ടുന്നില്ല, ഇതിന് മേലൊരു നിയന്ത്രണമില്ല, എനിക്കങ്ങോട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ, ഐ ഡോണ്ട് തിങ്ക് ഇതിനകത്തുനിന്നൊരു വിടുതൽ എനിക്ക് ഉണ്ടാകത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ഒരു സംഭാഷണം ഈ പൗലൂസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കത്തില്ല. അദ്ദേഹം ഒരിക്കലും പറയത്തില്ല, എല്ലാം കൂടെ പ്രശ്നമായി, ഐ ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ്, ഇനി എനിക്ക് മുമ്പോട്ട് ഇതുമായിട്ട് പോകാനായിട്ട് ഒക്കത്തില്ല. ഇങ്ങനെ പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് പാടാകട്ടോ. ഈ വേദോസം അനുസരിച്ചൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാ. ആർക്കും അറിയത്തില്ല ഹൗ ഡു ഐ ഫീൽ, നോബഡി അണ്ടർസ്റ്റാൻഡ് ഹൗ ഡു ഐ ഫീൽ, നോബഡി കെയർസ് ഫോർ മീ. ഒരു മനുഷ്യനും എനിക്ക് വേണ്ടി കരുതുന്നില്ല, ഒരു മനുഷ്യനും. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗിവ് അപ്പ്, ഞാൻ ഇനി മുമ്പോട്ട് പോകുന്നില്ല, അതും അദ്ദേഹം പറയത്തില്ല. So this is what we need to understand. അപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ആളുകൾ, ഇവൻ നിങ്ങളുടെ ഉപദേശത്തെ തന്നെ നോക്കിയെന്ന് പറഞ്ഞാലും
അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളെ നോക്കി എന്ന് പറഞ്ഞാലും യു ഡോണ്ട് റിയലി സീ ദാറ്റ് കൈൻഡ് ഓഫ് എ പിക്ചർ. പക്ഷെ നമുക്ക് തിരുവചനത്തില് വളരെ സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളത് മറന്ന് മുൻപുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. തമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുകയും, വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഓക്കെ, അപ്പൊ ഇവിടെ ആ ഭാഗങ്ങൾ നമ്മളോട് വായിക്കുമ്പോഴത്തേക്കിന് ഈ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം, അതിൻ്റെ കുറെ കാര്യങ്ങള്, കുറെ ഗുണവിശേഷങ്ങള് നമുക്ക് ഈ വേദഭാഗത്ത് കാണാനായിട്ട് കഴിയും, അല്ലേ? നമുക്കും ജീവിതത്തിൽ അതൊക്കെ ഒന്ന് പഠിക്കാമെങ്കിൽ കർത്താവെ, അങ്ങനത്തെ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് എന്നെ അത് കൊണ്ടുവരണമേ കർത്താവെ. കർത്താവിനെ സ്നേഹിക്കുന്നവരും ആ സ്നേഹം ജീവിതത്തിൽ ജീവിച്ചു കാണിക്കുന്ന ആളുകളും, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ എന്നും ഒരു ജയാളിയായിട്ട് ജീവിക്കുന്ന, ഏത് അവസ്ഥയെ കൂടി ഞാൻ പോയാലും സന്തോഷവാനായി ജീവിക്കുവാൻ കർത്താവെ, അങ്ങനെ ഒരു ജീവിതം എനിക്ക് കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഈ ഭാഗത്ത് ഈ 7-ാമത്തെ വാക്യത്തില് താൻ പറഞ്ഞു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അപ്പൊ ഇവിടെ താന് ഈ തനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒത്തിരി കണക്കുകൾ കൂട്ടുന്ന ഒരു മനുഷ്യനാണ്, കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ 7-8 വാക്യങ്ങള് നമ്മളിങ്ങനെ വായിക്കും. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം എനിക്ക് ഛേദം എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാന ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് ഐ കൗണ്ട് ഇറ്റ് ആസ് എ ലോസ്. അപ്പം എന്തുകൊണ്ടോ നമുക്ക് ഈ പൗലോസിന്റെ ജീവിതം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം ചിലതൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ താൻ കണക്ക് കൂട്ടുന്നത് തനിക്കുണ്ടായ ലോസിനെ പറ്റിയാണ്, ഉണ്ടായ നഷ്ടം. എന്താ നഷ്ടമാണ് എനിക്കുണ്ടായത്? തൻ്റെ നഷ്ടങ്ങളെ ഒന്ന് എണ്ണി നോക്കണം. എന്തെല്ലാം നഷ്ടങ്ങൾ എനിക്കുണ്ടായി? എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എണ്ണിയിരിക്കുന്നു. ഒരു ശരിക്കും ഒരു പേഴ്സണലായിട്ട്, വ്യക്തിപരമായ രീതിയിൽ ഒരു പേഴ്സണലായിട്ട് ഒരു മൂല്യനിർണയം താൻ ചെയ്യുക, ഒരു പേഴ്സണൽ അസസ്മെന്റ്. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലോസുകൾ വരുമ്പോൾ, നമ്മുടെ ലോസിനെ, നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ കണക്കെടുക്കുന്ന ആ പരിപാടിയിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ഒരു മൂല്യനിർണയം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യണം. ഓക്കെ, ഒരു പേഴ്സണൽ അസസ്മെന്റ് നമുക്ക് വളരെ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, തൻ്റെ പഴയ ജീവിതത്തെ കുറിച്ചൊക്കെ താൻ വായിക്കുന്നുണ്ട്. അത് നമ്മൾ 4 തൊട്ട് വായിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്ന് പുറകോട്ട് നോക്കുക. അദ്ദേഹം പറയാണ്, പക്ഷേ എനിക്കും ജഡത്തിൽ ആശ്രയിക്കുവാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. അപ്പൊ അവിടെ പറയാണ്, നിങ്ങൾ ആർക്കെങ്കിലും തോന്നുകയാണ് യു ക്യാൻ ഹാവ് കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്, ഐ ഹാവ് മോർ. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരെക്കാൾ കൂടുതൽ എനിക്ക് വേണമെങ്കിൽ, അദ്ദേഹം പറയുകയാണ്, ജഡത്തെ പ്രശംസിക്കാൻ ഒത്തിരി കാര്യം എനിക്കുണ്ട്. ഓക്കെ, ഇനി എന്താ കാരണങ്ങൾ പറഞ്ഞേ? 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. ഞാൻ കിലിക്കിയിലെ തർസോസിലാണ് ജനിച്ചെങ്കിലും 8-ാം നാളിൽ പരിച്ഛേദന, ഓൺ ദി 8th day. നമുക്കറിയാം, എല്ലാ ഹീബ്രു മെയിൽ ചിൽഡ്രൻ they get circumcised on the 8th day. ഓക്കെ, ഇസ്രായേൽ ജാതിക്കാരൻ, ഓഫ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. ഞാൻ പ്രോസലൈറ്റ് അല്ല, മതം മാറി വന്ന ആളല്ല, ഞാൻ ഇസ്രായേൽകാരൻ തന്നെയാണ്. പിന്നെ ബെന്യാമിൻ ഗോത്രക്കാരൻ, അതില് ബെഞ്ചമിൻ ട്രൈബിലാണ് ഞാനുള്ളത്. എ ഹീബ്രു ബോൺ ഓഫ് ഹീബ്രൂസ്. ഞാൻ എബ്രായനാണ്, എൻ്റെ അമ്മയും അപ്പനും എബ്രായനാണ്. സോ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, അല്ലാതെ ജാതിയിൽ നിന്ന് മതം മാറി വന്ന എബ്രായനല്ല. ഞാൻ എബ്രായർ മാതാപിതാക്കളാ ജനിച്ച് എബ്രായ വീട്ടിൽ വളർന്നതാണ്. ഞങ്ങളുടെ മാതാപിതാക്കള് കിലിക്കിയയിൽ പോയി അത്രയും കാലങ്ങൾ അവിടെ പാർത്തെങ്കിലും ഈ എബ്രായ പശ്ചാത്തലം ഞങ്ങൾ വിട്ടിട്ടില്ല. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ ഞാൻ വളർന്നതാണ്. പിന്നെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ. സോ ന്യായപ്രമാണം വെച്ച് നോക്കുമ്പോൾ
ലോ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഐ എ ഫാരസി. അപ്പൊ നമ്മളൊന്നും ഫാരസിയെ പറ്റി മോശമായിട്ട് ചിന്തിച്ചാലും ഫാരസിയെ പറ്റി നല്ല പേരുള്ള ഒരു സമയത്താണ് ഈ പറയുന്നത് വിചാരിച്ചു. ശുഷ്കാന്തി. ഇനിയിപ്പോ എൻ്റെ സീൽ നിങ്ങൾ നോക്കാമെങ്കിൽ, സീൽ വെച്ച് നോക്കാമെങ്കിൽ ഞാൻ സഭയെ ഉപദ്രവിച്ച്, കാര്യം എനിക്ക് അത്ര വീര്യമായിരുന്നു ഈ മാർഗത്തോട്. ഈ മാർഗം എന്ന് പറഞ്ഞാൽ എബ്രായ ഇതിനോട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. എൻ്റെ മതത്തോട്, പഴയ നിയമത്തോട്, ന്യായപ്രമാണത്തോട് ഭയങ്കര ആവേശമായിരുന്നു. അതിനെതിരെ നിന്ന് സകല ആളുകളെ ഞാൻ ഉപദ്രവിക്കുവാണ്. അത്രയ്ക്ക് ഇതായിരുന്നു. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനിന്യൻ. നീ ന്യായപ്രമാണത്തിനകത്തുള്ള നീതി, ന്യായപ്രമാണം പ്രമാണിക്കുന്നവന് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നീതി വെച്ച് നോക്കിയാൽ എൻ്റെ എനിക്കൊരു കുറ്റം പറയാൻ നിങ്ങളിലൊന്നും കാണത്തില്ല. ഇതൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ പണ്ട് കാലത്ത് വലിയ കാര്യമായിട്ട് ഈ ദൈവദാസൻ ചിന്തിച്ചിരുന്ന കാലങ്ങളാണ്. ഓക്കെ. എന്നാൽ അതെല്ലാം, അതാണ് 7-ാം വാക്യത്തിൽ പറഞ്ഞത്, അതെല്ലാം all those things I counted to be a loss. അതെല്ലാം എന്ത് ചെയ്തു? എങ്കിലും എനിക്ക് ലാഭം. ഇതെല്ലാം ഒരു കാലത്ത് എൻ്റെ ലാഭത്തിന്റെ ലിസ്റ്റിൽ കിടന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ ഞാൻ ഭയങ്കര വില കൊടുത്ത സാധനങ്ങളാണ്, ഭയങ്കര വില. എന്നാൽ ആ ലാഭമായിരുന്നതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അവിടെ ലോസ് എന്ന പദം, ലോസ് എന്ന പദത്തിന് അതിന്റെ അർത്ഥം വരുന്നത് ഇഞ്ചുറി, ഡാമേജ്. ഓക്കെ. അപ്പൊ അത് എനിക്കതൊരു ഡാമേജ് ആയിട്ട് മാറി. എനിക്ക് പ്രോഫിറ്റ് പോട്ടെ, ലാഭമല്ല, അത് ഇന്ന് എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാമേജും ഇഞ്ചുറിയും, എനിക്ക് മുറിവേറ്റു എന്നാണ്. ഇപ്പൊ ഇന്ന് മുറിവേക്കുന്ന വിഷയങ്ങളായിട്ട്, എനിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന വിഷയങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇപ്പോൾ താൻ ഇതിനെ നോക്കുന്നത് ഒരു കാലത്ത് തൻ്റെ അസറ്റ്സ് ആയിരുന്ന കാര്യങ്ങൾ, തനിക്ക് നേട്ടമായിരുന്ന കാര്യങ്ങൾ, തൻ്റെ സമ്പത്തെന്ന് കണ്ട കാര്യങ്ങൾ, ഇപ്പൊ താൻ പറയുന്നു ദേ ആർ ആക്ച്വലി ലയബിലിറ്റീസ്. ഇതൊക്കെ എനിക്ക് ബാധ്യതകളാണ്. ഇപ്പൊ താൻ നോക്കിച്ച് പറയാ, ഒരു കാലത്ത് ഞാൻ ഇതിനെയൊക്കെ ഭയങ്കര കാര്യമായ നേട്ടമായിട്ട് കരുതി ഞാൻ ബാനർ അടിച്ച് പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കറിയാം ഇതെല്ലാം ഒരു ലയബിലിറ്റിയാണ്, ഇതെല്ലാം ഒരു തരം കടപ്പാടാണ്. ഓക്കെ. അതായത് ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇതെല്ലാമാണ് യേശുക്രിസ്തുവിനെ അറിയുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത്. All these things, they prevented me from trusting a source outside of his religion. എന്ന് പറഞ്ഞാൽ എൻ്റെ പുറത്തായിട്ട്, എൻ്റെ മതത്തിന് പുറത്തായിട്ട് എനിക്ക് കർത്താവിനെ കണ്ടെത്താനായിട്ട് കഴിയാതെ എന്നെ ഞെരുക്കിയ വിഷയങ്ങളായിരുന്നു, എനിക്ക് ഡാമേജ് ഉണ്ടാക്കിയ വിഷയങ്ങളായിരുന്നു. ലോസ് ഫോർ മീ. അപ്പൊ ഇന്നത്തെ തന്നോട് ഇതിനോടുള്ള ആ കാഴ്ചപ്പാട്, തന്റെ പേഴ്സണൽ ആയിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള തൻ്റെ ആ കാഴ്ചപ്പാട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ആയിട്ടും അങ്ങനെ ഒരു പേഴ്സണൽ ഒരു ലോസിനെ പറ്റി, ഒരു നഷ്ടത്തെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്? നമ്മൾ ഏതൊക്കെയാണ് മുൻപോട്ട്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാനൊരു 3-4 ഡിഫറെന്റ് കൂട്ടം തരത്തിലുള്ള ആളുകളെ ദൈവസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞു. ദേ ആർ ഓൾ കോളിംഗ് ദംസെൽഫ് ക്രിസ്ത്യൻ. അവരെല്ലാവരും ചോദിച്ചാൽ അവർ പറയും ഐ എം എ ക്രിസ്ത്യൻ ലൈഫ്. അപ്പൊ ക്രിസ്ത്യൻ ലൈഫിന്റെ പല വേർഷൻസ് ആയി. നമുക്ക് ബൈബിളിന് പല വേർഷൻസ് ഉണ്ട്, ഇതുപോലെ ക്രിസ്ത്യൻ ലൈഫിന് പല പല വേർഷൻസ് ആണ്. എന്നാൽ ചോദ്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ദൈവം പ്രതീക്ഷിക്കുന്ന നോർമൽ ആയിട്ടുള്ള, ന്യായമായിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് എന്താ? അവിടാണ് നമ്മൾ പൗലോസിന്റെ ജീവിതത്തിലേക്ക് ഇവിടെ വന്നത്, അല്ലേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പൊ ഇന്ന് താൻ ഇതിനെ എല്ലാം കാണുന്നു, ഇതെല്ലാം എനിക്ക് നഷ്ടമാണ്. കർത്താവ് നിക്കോദെമോസിനോട് പറയുന്നുണ്ട്, യു മസ്റ്റ് ബി ബോൺ അഗെയിൻ, നീ വീണ്ടും ജനിക്കണം. അപ്പം യേശുക്രിസ്തുവിനെ കാണാൻ കഴിയാതെ, സത്യമായിട്ടുള്ള അനുഭവത്തിലേക്ക് വരാൻ കഴിയാതെ, ഈ നിക്കോദെമോസിനെയും പകല് വരാതെ രാത്രി വരുന്ന നിക്കോദെമോസ് ഒരു വേവറിങ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ കാട്ടിൽ വലുതായിട്ട് എന്തൊക്കെയോ നിക്കോദെമോസിന്റെ ജീവിതത്തിലുണ്ട്. ഇതാണ് വിഷയം. നമ്മൾ ഇന്ന് രാത്രിയിൽ ചെറിയ ചിന്ത, ഇത് വലിയ ഭയങ്കര തിയോളജിക്കൽ സാധനമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ചുമ്മാ ഒരു കൊച്ചി എന്താ പറഞ്ഞത്,
അപ്പം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതാ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാത്തത്. നമ്മളോട് പറഞ്ഞിരിക്കാം ആരെ ഇനോ നിനക്ക് വേണ്ടി ദൈവം റിസർവ് ചെയ്തിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് നരിയാണിയോളം അല്ല, അത് മുട്ടോളമല്ല, ആംഗിൾ ഡീപ്പല്ല, നീ ഡീപ്പല്ല, അരയോളമല്ല, അതങ്ങ് നീ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ആത്മനദി നിനക്കുണ്ട്, അനുഭവങ്ങൾ നിനക്കുണ്ട്, കൃപയുണ്ട്, കൃപാവരങ്ങളുണ്ട്, ആത്മജീവിതമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും കരക്കിരിക്കുന്ന പുള്ളിയാ നീ. എന്തേ നീ വെള്ളത്തിൽ ഇറങ്ങാത്തെ? ചിലര് കരക്കിരുന്നേറ്റ് കാല് വെള്ളത്തിലിട്ടേച്ച് ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുന്ന ആളുകളാണ്. ദിസ് ഇസ് ഓൾ ദേ ഡു. അവരുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയോ എക്സ്പീരിയൻസ് മതി അവർക്ക്. കാല് വെള്ളം തെറിപ്പിക്കുക, കുളത്തിൽ കാലിട്ട് ഇങ്ങനെയൊക്കെ നടിക്കുക. എന്നാൽ കുളം നിനക്ക് കുളിക്കാനുള്ളതാ. നീ ഒരിക്കൽ പോലും കുളത്തിൽ ഇറങ്ങിയിട്ടില്ല. നിന്റെ വീട്ടിനകത്തുള്ള സ്വിമ്മിംഗ് പൂളിനകത്ത് നീ ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. ദയവായി സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ നിനക്ക് സ്വിമ്മിംഗ് പൂൾ തന്നത് നീ ഇറങ്ങാനാ, വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനും സന്തോഷിക്കാനും നിനക്ക് എക്സസൈസ് ചെയ്യാനും ഒക്കെ ദൈവം തന്നിരിക്കുക. പക്ഷെ ഇതൊന്നും ഇറങ്ങാൻ നമുക്ക് ഒക്കുന്നില്ല. എന്തൊക്കെയോ എന്നെ പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ്. ഇതേതാണ്ട് ഒരു മോശമായിട്ട് തിരിയാണ്. മറ്റേതൊക്കെയോ വലിയ വലിയ കാര്യങ്ങളായിട്ട് എനിക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന് രാത്രി ഒന്ന് കണ്ടുപിടിക്കുവാൻ നമുക്കിടയായിത്തീരണം. നമ്മളെ ഹിൻഡർ ചെയ്യുന്ന എന്താണ്? What is preventing us from pursuing a genuine saving relationship with Lord Jesus Christ? യേശു കർത്താവുമായിട്ട് ഇതുപോലെയുള്ള ഹാനോക്ക് നടന്നതുപോലെ, നോഹ നടന്നതുപോലെ, മോശ നടന്നതുപോലെ, അബ്രഹാം നടന്നതുപോലെ, ദാവീദ് നടന്നതുപോലെ, പൗലോസ് നടന്നതുപോലെ കർത്താവിന്റെ കൂടെ നടക്കുവാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്താണെന്ന് ഈ ദിവസങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി 2021 ആദ്യ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ഞാൻ നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് നീ ചുമ്മാ ആലയത്തിൽ വന്നിരുന്നേച്ച് പള്ളിയിൽ ഞായറാഴ്ച മാത്രം വന്ന് അവിടെ ഇരുന്ന് നീ ഒന്ന് കൈ ഒട്ടിയെങ്കിലായി, കൊട്ടിയില്ലെങ്കിലായി, മിക്കവാറും കൈയൊന്നും കെട്ടുകയും പൊക്കമൊന്നുമില്ല, നീ വെറുതെ വന്നിരിക്കും, കേൾക്കും, ഉപദേശങ്ങളുണ്ടെന്ന് നോക്കും, പ്രവർത്തനങ്ങൾ ശരിയായില്ലെന്ന് പറഞ്ഞു വെച്ച് പോകും. നിനക്കൊന്നും കിട്ടാൻ താല്പര്യമൊന്നുമില്ല. കാര്യം നീ വിശപ്പോടുകൂടിയല്ല ആലയത്തിൽ വരുന്നത് തന്നെ. നീ വരുന്ന ആരൊക്കെയോ നിർബന്ധിച്ചു വരിക, വന്നില്ലെങ്കിൽ എന്തായി തീരുമെന്നുള്ള കാര്യത്തിനുണ്ട് വരിക. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഇനി അടുത്ത ആഴ്ച എനിക്ക് വരാനൊക്കത്തില്ല, അതുകൊണ്ട് ഇന്ന് വന്നേക്കാമെന്ന് വിചാരിക്കുകയല്ല. When you really come to the very presence of God, what is it preventing you from fully experiencing God? ദൈവ സാന്നിധ്യവും കർത്താവിനെയും അറിയാനായിട്ട് കഴിയുന്ന പൗലോസ് പറഞ്ഞു, അവനെ അറിയേണ്ടതിനും, ഈ ഫിലിപ്പിലെ വായിച്ചു, അവനെ അറിയേണ്ടതിന്, അവൻ ഇരിക്കേണ്ടതിന്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയേണ്ടതിന്. ഓ, praise God that we know him. ആ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അനുഭവം അതുണ്ടാകണമെങ്കിൽ ഒരു പേഴ്സണൽ അസസ്മെന്റ് ആരംഭിക്കത്തുള്ളൂ. ഡു ദാറ്റ്. നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു നല്ല കാര്യം പരിശുദ്ധാത്മാവ് രാവിലെ നമ്മളോട് പറയാം, ടേക്ക് എ മോമെന്റ്, ലുക്ക് ഇൻ യുവർ ഓൺ ലൈഫ്. നമ്മൾ ഓരോരുത്തർ എന്തെങ്കിലും നിങ്ങളൊരു ഡയറിയോ പേനായോ ഒരു പേപ്പറോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതി നോക്കിയൊക്കെ, ജസ്റ്റ് റൈറ്റ് തിങ്സ് ഡൗൺ. എന്നെ ഇങ്ങനെ അങ്ങോട്ട് ഫുൾ സ്കെയിലായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് എന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന സംഗതികൾ ജീവിതത്തിൽ എന്താ? What is it? What is it that is preventing me from moving forward? ഞാൻ ടൂ മച്ച് ന്യൂസ് വാച്ച് ചെയ്യുന്നതാണോ? എനിക്ക് വേദവസം വായിക്കാൻ സമയമില്ലാത്തതാണോ? അതോ ഞാൻ ടൂ മച്ച് ഫേസ്ബുക്കിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളാണോ? കാണുന്നതെല്ലാം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഒന്ന് കയറുന്നു അടുത്ത് കയറുന്നു കണ്ട് നോക്കിയപ്പോൾ 3 മണിക്കൂറായി, 2 മണിക്കൂറായി, 1.5 മണിക്കൂറായി. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് ഒക്കുന്നില്ല, വേദവസം വായിക്കാൻ ഒക്കുന്നില്ല, ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ ഒക്കുന്നില്ല. എൻ്റെ ചെലവുകളൊക്കെ എനിക്കൊന്നും കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഒക്കുന്നില്ല. ഈ പൈസയ്ക്ക് എവിടെ പോകുന്നെന്നും എനിക്ക് അറിയാൻ മേല. മേ ബി ദർ ആർ തിങ്സ് ഇൻ യുവർ ഓൺ ലൈഫ് ദാറ്റ് വി നീഡ്. ഇതിനൊരു പേഴ്സണൽ അസസ്മെന്റ് നമുക്ക് വളരെ ആവശ്യമാണ്. വ്യക്തിപരമായിട്ട് ഒന്ന് ചിന്തിപ്പാൻ ദൈവം ആക്കി തരുമാറാകട്ടെ. ഇവിടെ പിന്നെ ഈ പൗലോസ് ഒരു പ്രസന്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതില് ഈ പണ്ട് കാലത്ത് തനിക്ക് അസറ്റായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അതിനോടുള്ള എൻ്റെ മനോഭാവം എന്താണ്? ഓക്കെ, സോ ഒരു പ്രസന്റ് ഡേ, ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് ഇതിൻ്റെയോടുള്ള എൻ്റെ അക്കൗണ്ടിങ് എന്തോ അതൊരു ഭാഗമാണ്. ഇതൊക്കെ പണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച സാധനങ്ങളാണ്. പണ്ട് ഇത് വേണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ലാഭമായിരുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഛേദം എന്ന് എണ്ണി.
Okay. Whatever was to my profit, I counted as a loss for the sake of Christ. കർത്താവിനെ അറിയേണ്ടതിന് യേശുവാണ് എനിക്ക് വലുത്. യേശുവിനേക്കാൾ വലുതൊന്നും ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ വലിയ യേശുവിനെ അറിയാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ എന്നെ തടസ്സപ്പെടുത്തി, അതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തിയ ജീവിതത്തിന്റെ വിഷയങ്ങൾ എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കി ഞാൻ അതിനെ എന്ത് ചെയ്തു? ഇപ്പൊ ഛേദം തന്നെ, ഡാമേജ് തന്നെ, എന്നെ ഹേർട്ട് ചെയ്യുന്നത്, എന്നെ വൂണ്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അത് പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ അത്രയുമല്ല. ഇവിടാണ് 7 ഞാൻ പറഞ്ഞത്, ഇവിടാണ് പ്രസന്റ് ടെൻസിലേക്ക് ഇദ്ദേഹം ഈ വിഷയം കൊണ്ടുവരുന്നത്. എന്നാൽ താൻ പറയുന്നു, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. This is something we should really think about it. ഇപ്പോഴും ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. Praise God. Hallelujah. See, he counts them as loss and views them as dung. Okay? അപ്പം താനവിടെ പറഞ്ഞ ഇതിനെ എല്ലാം എന്ത് ചെയ്യാണ്? ഇപ്പോഴും ഛേദം എന്ന് എണ്ണുന്നു. ലാഭമായിരുന്നത് ഛേദമെന്ന്. I count them as, പിന്നെ പറഞ്ഞു, I count them as rubbish. ചവറം എണ്ണുന്നു പറയുന്നുണ്ട്. അത് കുറച്ചുകൂടെയൊക്കെ അതിനെ പണ്ട് കണ്ടതുപോലെ ഛേദമായിട്ടില്ല, കുറച്ചും കൂടെ അതിനെ അതിനെ വെളിയിൽ കൊണ്ടറിയാനുള്ള സാധനങ്ങൾ, ചവറ്റുകൊട്ടയിൽ ഇടാനുള്ള, ട്രാഷ് ബിന്നിൽ കൊണ്ട് ഇടാനുള്ള സാധനങ്ങളായിട്ട് ഇപ്പൊ എനിക്കിങ്ങോട്ട് ഇപ്പൊ അതിനെയൊക്കെ പണ്ടൊക്കെ വലിയ കാര്യങ്ങളായിട്ട് ഞാൻ കണ്ടതാണ്. ഇതിന് ഓരോ ദിവസവും യേശുവിനെ അറിയും തോറും ഇതിനോടുള്ള വില കുറഞ്ഞു വരികയാണ്. This is what is happening in my present life. Okay? അപ്പൊ ഇവിടെ താൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ, വ്യക്തിഗത ജീവിതത്തിൽ ഇപ്പോൾ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ കാട്ടിൽ വിലയുള്ള ഒരു സാധനവും എൻ്റെ ജീവിതത്തിലില്ല. That is what he is saying. Nothing is more important to me than my personal relationship with Christ. എൻ്റെ യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തെക്കാൾ വലുത് എനിക്കൊന്നും ലോകത്തിലില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വാസ്തവത്തിൽ പറയണമെന്നുണ്ട് എങ്കിൽ വളരെ പാടാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ഇതുപോലെയുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ട്, വൈബ്രന്റ് ആയിട്ട്, എന്ന് പറഞ്ഞാൽ ജീവനുള്ള, സജീവമായ, വൈറ്റലായിട്ടുള്ള, ഗ്രോയിങ്, വളരുന്ന ഒരു ബന്ധം യേശു കർത്താവുമായിട്ട് നമുക്കുണ്ടോ? രാത്രി ശാന്തമായിരിക്കും. നാളെ നമുക്ക് സഭായോഗമാണ്. രാത്രി ശാന്തമായിരിക്കും. ഞാൻ എന്നോട് ചോദിച്ചോണ്ടായി പറയുന്നത് കേട്ടോ. ഈ കർത്താവുമായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു വൈബ്രന്റ് റിലേഷൻഷിപ്പ്, ഇത് വൈബ്രന്റ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു മനുഷ്യനാ പറഞ്ഞത്, എനിക്ക് ഛേദം, എനിക്ക് പണ്ട് നേട്ടമായിരുന്നില്ല, ഞാൻ ഛേദം, ഇപ്പോഴും ഞാനതിനെ ഇപ്പൊ ഞാനതിനെ ചവറന്നുണ്ട്. I count them as rubbish because Jesus is the treasure of my life. മുത്തു വ്യാപാരി ആ വയലിലെ നിക്ഷേപം കണ്ടിട്ട് എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റ്, സന്തോഷത്താൽ വിറ്റ് ആ വയല് സ്വന്തമായി. That's pearl of great price. ആ ബന്ധം വലുതാ. ക്രിസ്തു എനിക്ക് വലുതാ. Hallelujah. Praise God. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എബ്രായ ലേഖനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു, ഞാനിതെല്ലാം വിടാൻ തയ്യാറാ. കാര്യം എനിക്ക് I have to win the prize. പൗലോസ് ഇവിടെ പറഞ്ഞു, ക്രിസ്തുവിനെ നേടണം എനിക്ക്. I have to win Christ. I want to be found in him. അവനിൽ ഇരിക്കണം എനിക്ക്. അപ്പൊ എന്നെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഇതൊന്നും എനിക്ക് പറ്റത്തില്ല. I want to be found in him. എനിക്ക് ക്രിസ്തുവിൽ എന്നെ കണ്ടെത്തണം. I want to find myself in Christ. അങ്ങനാണെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം മാറ്റിയേ ഒക്കത്തുള്ളൂ. ഒരു ടോപ്പ് ആത്ലറ്റ്, ഒരു കായിക മത്സരത്തിൽ പോകുന്ന ഒരാള് ഒത്തിരി സാധനങ്ങളോട് നോ പറയും. കാര്യം അവൻ്റെ ഒറ്റ ഉദ്ദേശം
I want to win this. I want to finish this. എനിക്കിത് ജയിക്കണം. എന്ത് യാഗം കഴിക്കാനും ഞാൻ തയ്യാറാണ്. എന്തും വിട്ടുകളയാൻ, എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. I want to win. Hallelujah. ഇവിടെ ഒരു കൊച്ചുകാരോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞ എന്തിനാണെന്നറിയാമോ? അദ്ദേഹം എൻ്റെ ആ 7-8 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചോണം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു. ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം, അവിടെ പറഞ്ഞിരിക്കുന്നു, ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്, ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്, ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി. അതെ, ഇനിയും 8-ാമത്തെ വാക്യം, ഫോർ ദി എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വേണ്ടി, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. അവിടെയും കാരണം എന്തുവാ? കർത്താവായ യേശു ക്രിസ്തു. 8-ാമത്തെ വാക്യത്തിൽ ഫോർ ഹും, ഓക്കെ, ഫോർ ഹും, more than, അവിടെ പറഞ്ഞിരിക്കുന്നത് everything Jesus my Lord, for whom, അത് അവന് വേണ്ടി, for whom I have suffered loss of all things, അവന് വേണ്ടി, for whom. പിന്നെ പറഞ്ഞു that I may win Christ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, that I may win Christ, that I may be found in him. അപ്പൊ അവിടെ എല്ലാ ആ പ്രയോഗങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തം, ക്രിസ്തുവിനെ നേടേണ്ടതിന്, ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിന്, എല്ലാം all for Christ, all for Christ, എല്ലാം ക്രിസ്തു നിമിത്തമാണ്. See, he is willing to turn his back on everything that are important to him, so that he might be saved. So Jesus is worth more than everything else. മറ്റുള്ളതെല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും വലുത് എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. നമ്മൾ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയുന്ന ഇതല്ലയോ? ഇതൊരു ബന്ധമാണ്. ആ ബന്ധത്തിന് അദ്ദേഹം വില കൊടുക്കുന്നതാണ്. ഇദ്ദേഹം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഭാഷ അവിടെ ഉപയോഗിക്കുന്നത്. പേഴ്സണൽ, വ്യക്തിപരമായ ബന്ധത്തിന്റെ, ഇല്ലേ? ശ്രദ്ധിച്ചു നോക്കിക്കേ, മുഴുവൻ ഒരു വ്യക്തിപരമായ ബന്ധത്തിന്. നോയിങ് ജീസസ് ഈസ് മോർ വാല്യുബിൾ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദിസ് ലൈഫ്, ഇൻ ദ ലൈഫ് ടു കം. ഇപ്പോഴുള്ള ജീവിതത്തിലും ഇനി വരുവാനുള്ള ജീവിതത്തിലും ഇതിനേക്കാൾ വലിയൊരു തീമില്ല യേശുവിനെ അറിയുന്നത്. 30 വർഷം രക്ഷിക്കപ്പെട്ട് 30 കഴിഞ്ഞ ശേഷം ആ വലിയ ശ്രേഷ്ഠനായ മിഷനറിയുടെ ജീവിതത്തിന്റെ അവസാനത്തിലും താൻ പറയുന്നത് ക്രിസ്തുവിനെ അറിയേണ്ടത്. I may know Christ. എനിക്കെന്റെ യേശുവിനെ അറിയണം. ആരൊരു ദിവസം നിർത്തുക. നമുക്കിനി കൂടുതൽ ഇതേപറ്റി ചിന്തിച്ച കാര്യമൊന്നുമില്ല. വേദവസം നമ്മളോട് ചോദ്യം ചോദിക്കും, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, അവന്റെ ജീവനെ കളഞ്ഞാൽ അവൻ എന്ത് പ്രയോജനം? ഇല്ലയോ? എന്ത് പ്രയോജനം? What does it profit if you gain the whole world, loses your soul? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാർട്ട് ഏതാ? ഇറ്റ്സ് യുവർ സോൾ. നമ്മളതിന് ഏറ്റവും വില കുറയ്ക്കുന്ന, നമ്മൾ ഏറ്റവും വില കൊടുക്കുന്ന ഈ കൂടിനാ, ഏറ്റവും വില കൊടുക്കുന്ന ഈ കൂടിന്. doesn't come with you. ഞങ്ങളുടെ ഒരു കസിൻ കഴിഞ്ഞ ദിവസം, ഒരു അങ്കിള് കുറച്ച് ആളുകൾ മരിച്ചുപോയല്ലോ. ആ പിള്ളേര് 1.5 മാസം ജോലിക്ക് പോയില്ല. എല്ലാ ദിവസവും ആ കല്ലറയുടെ പോകും. See, they couldn't find life without their father. I'm not saying, but I'm just saying, അപ്പനേക്കാൾ വലുത് യേശുവായിരിക്കണം, ഭാര്യയേക്കാൾ വലുത് യേശുവായിരിക്കണം, ഭർത്താവിനേക്കാൾ വലുത് യേശുവായിരിക്കണം. ഇല്ലെങ്കിൽ ഭർത്താവ് മാറുമ്പോൾ നിങ്ങൾ കൊളാപ്സ് ചെയ്യും. എൻ്റെ സഭയില് ദൈവമക്കൾക്ക് ആർക്കും അത് സംഭവിക്കരുത്. ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ ആരെല്ലാം മാറി? വേദോസവും നമ്മളോട് പറയുന്നത് അവർക്കെല്ലാം വരാനൊക്കുന്ന only till the grave they can be with you. But only one person who said, I'll be with you till the very end, that is Lord Jesus. ആ ബന്ധം കളഞ്ഞേച്ച്, ആ ബന്ധം സോളിഡിഫൈ ചെയ്യേണ്ട സമയത്ത്, ദൃഢമാക്കേണ്ട സമയത്ത് ഞാനും നിങ്ങളും സമയം മെനക്കെടുത്താതെ
ഭർത്താവിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും അവരെ സ്നേഹിക്കാനും അവരെ വളർത്താനും അവരെ നോക്കാനും താലോലിക്കാനും അന്നും വേണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറമായിട്ട് യേശുവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉറപ്പിക്കണം. That I may win Christ. I may be found in him. യേശുവിൽ എനിക്കിരിക്കണം. ഓ, എന്തൊരാഗ്രഹമാപ്പാ. കർത്താവിനെ നേടണം. ട്രോഫി ആവട്ടോ, ശ്രദ്ധിച്ചോണം. ഓടി എനിക്ക് നേടേണ്ടത് എന്റെ കർത്താവിനെയാ. I want to win. എനിക്ക് ഓടി ആ ട്രോഫി കിട്ടണം എന്ന് പറയുന്ന പോലെയാ. I want to win Christ. ക്രിസ്തുവിനെ നേടണം. ആ ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി ഞാൻ എന്തും കൊടുക്കും. ഇതാണ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. ഇത് ഇച്ചിരി പാടാ. അപ്പൊ വാസ്തേ ഇത് ഒത്തിരി ഭയങ്കര റീഅറേഞ്ച്മെന്റ് ഉണ്ടല്ലോ. ഇത് ഉണ്ട് സഹോദര, ഇതിനകത്ത് ഭയങ്കര റീഅറേഞ്ച്മെന്റ് ഉണ്ട്. 2021 ഒരു റീഅറേഞ്ച്മെന്റിന്റെ വർഷമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ. കർത്താവുമായിട്ട് സംസാരിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഞാനും പ്രാർത്ഥിച്ചു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഷൈയോട് പറയും, നമ്മുടെ പ്രാർത്ഥന കർത്താവ് ഇടിച്ചിരിക്കുകയായിരിക്കും പറയും. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം എനിക്ക് എന്നാ വേണം, ക്രിസ്ത്യലിന് എന്താ വേണം, പ്രിസിലായിക്ക് വേണം, ഷൈജയ്ക്ക് എന്നാ വേണം, ലിൻസനും ജനമിക്ക് എന്നാ വേണം, പപ്പായിക്ക് എന്താ വേണം, ഡാളസിൽ ഒരു കൂട്ടം ആളുകളുണ്ട് പേര് പറഞ്ഞു. ഈ കർത്താവിനോടൊക്കെ എന്നാ ഗുണം? എനിക്ക് ജസ്റ്റ് ടെല്ലിങ് യു ദാറ്റ്. ആ സമയത്തിരുന്നേച്ച് എന്റെ കർത്താവെ, നീ എനിക്ക് പ്രിയനാ, നീ 10,000-ൽ അതിസുന്ദരനാ കർത്താവെ, നിന്റെ ലാവണ്യ വാക്കുകൾ കേൾക്കുവാൻ ഞാൻ കാത്തിരിക്കുന്ന കർത്താവെ, നിന്റെ ശബ്ദം ഞാനൊന്ന് കാണട്ടെ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണമേ എന്നൊക്കെ പറഞ്ഞല്ലയോ മോശ കരഞ്ഞതൊക്കെ. എനിക്ക് യേശുവിനെ അറിയണം, യേശുവിൽ ഇരിക്കണം, യേശുവിന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ എനിക്ക് വേണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് വേണം. That is more important than anything else. That is normal Christian life. അതാണ് ഈ ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു റീഓറിയന്റേഷൻ ആവശ്യമാട്ടോ, ഒരു റീഓറിയന്റേഷൻ ആവശ്യം. നമ്മളിങ്ങനെ ഒരു തരം അവിടെയില്ല ഇവിടെ ഇല്ലാത്തൊരു ക്രിസ്ത്യാനിറ്റി ആയിട്ടൊന്നും ജീവിക്കരുത്. കർത്താവിന് നമ്മളോടൊന്നും പ്രിയം കാണത്തില്ലെന്ന് എൻ്റെ അഭിപ്രായം. അവൻ എന്നെ ഒരു കാര്യത്തിന് ഉപയോഗിക്കും. ഞാൻ എൻ്റെ സാന്റക്ലോസ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അവൻ ആവശ്യമുള്ളപ്പോ ഇങ്ങോട്ട് വന്നേച്ച് പറയും. അന്ന് ഭയങ്കര പ്രാർത്ഥനയാ. അത് കഴിയുമ്പോ എന്നെ ഒരു പ്രാർത്ഥനയില്ല, എന്നെ വേണ്ട. God is not pleased with that relationship. അതുകൊണ്ടാ പൗലോസ് പ്രാർത്ഥിച്ചു. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കർത്താവിനോടുള്ള, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കെ, നിങ്ങളുടെ ഹൃദയം അവനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. That's the heart of a missionary, heart of a pastor. അന്ന് രാത്രി ഒന്ന് ശോധന ചെയ്യാനായിട്ട് ഒന്നൊരവസരം എടുത്ത്, നാളെ ആരാധനയ്ക്കൊക്കെ വരണമല്ലോ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ എന്നെ ഒന്ന് പണിയണേ, എല്ലാ കണ്ണുകളും നടച്ചേ. രാത്രി വളരെ ശാന്തമായിട്ട് ഞാനൊരു കാര്യം, ഞാനൊരു കുഞ്ഞൊരു ചിന്ത മാത്രമേ പറഞ്ഞു ഇന്ന് രാത്രിയിൽ. എൻ്റെ കർത്താവേ, എനിക്കങ്ങനെയൊന്ന് അറിയണം കർത്താവേ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അറിയണം, യേശുവിനെ എനിക്ക് നേടണം, ആ ബന്ധമാണ് എനിക്ക് വലുത്. ബാക്കി ഞാൻ വലുതെന്ന് കരുതിയിരുന്ന സകലത്തോടും ഞാൻ തിരിഞ്ഞു നിൽക്കുക. എനിക്കറിയാം ചില ആളുകൾ രക്ഷിക്കപ്പെടാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? രക്ഷിക്കപ്പെടുന്നു, അത് ഞങ്ങളുടെ വലിയ കുടുംബക്കാരൊക്കെയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെ രക്ഷിക്കപ്പെടുവോ? ഇങ്ങനെയൊന്നും പോകത്തില്ല കേട്ടോ, അതൊക്കെ സ്റ്റാറ്റസ് പോകുന്ന കാര്യമാണ്. നീ സ്ഥാനപ്പെടാതിരിക്കുന്നതോ ഇനി എങ്ങനെയൊക്കെ രക്ഷിക്കപ്പെടുന്നൊക്കെയാ പറയുന്നത്, അറിയത്തില്ല. സ്ഥാനപ്പെട്ടു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെയൊക്കെ സഭയൊന്നും മുടക്കുന്നത് വലിയ കാര്യം. നിനക്ക് വലുതേതാ? യേശുവാണ് വലുത്. എനിക്കറിയാം ഈ കേൾക്കുന്ന ആരും ആ കൂട്ടത്തിലുള്ളവരൊന്നും അല്ല, പക്ഷെ ഞാനൊരു ഒരു അനുഭവം പറയുക. നീ സ്ഥാനപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടാ? കാരണം സ്റ്റാറ്റസ് പോവും, സോഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ പഴയ തറവാട്ടുകാരാ. നിനക്ക് വരുന്നത് തറവാടാ, യേശുവല്ല. നിനക്ക് കൈയടിക്കാം, നല്ലതായിട്ടൊന്ന് കൈയടിച്ച് സ്വത്രം പറയാൻ അടുത്തിരിക്കുന്നവർ എന്നെ കുറിച്ച് ഓരോ വിചാരിച്ചെങ്കിൽ ഞാൻ ഭയങ്കര തമാശകാരനും ഇങ്ങനെയൊക്കെയുള്ള ആളാണ്, കൈയൊക്കെ അടിച്ചു പാടിയാൽ അത് ശരിയാവും, ഇനി എനിക്ക് നാളെ അവരൊക്കെ പോയി ഒരു തമാശയൊക്കെ പറയാനൊക്കെ. നിനക്ക് എന്താ വേണ്ടിയത് സ്നേഹിത? അവരുടെ കയ്യടിയാണോ വേണ്ടിയത്? അതോ നിന്റെ അനുമാനാഥൻ എന്നോട് രാത്രികാലങ്ങളിൽ സംസാരിക്കുന്നതാണോ? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഈ 2021 രൂപാന്തരത്തിന്റെ വർഷമായിട്ട് മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്.
Lord, make us, mold us, Lord Jesus. പ്രാർത്ഥിക്കാം.